1878 ശേഷം ഈ കണ്ണൻദേവൻ മലനിരകളിൽ എസ്റ്റേറ്റുകൾ സ്ഥാപിച്ച എല്ലാ യൂറോപ്യൻ പ്ലാന്റേഴ്സും കടന്നു വന്നത് അമ്മനായ്ക്കന്നൂരിൽ അവർ ട്രെയിൻ ഇറങ്ങി. അമ്മനായ്ക്കന്നൂരിൽ നിന്നും മാട്ടുവണ്ടിയിൽ ബോഡി നായ്ക്കന്നൂരിലേക്ക് വന്നു. ബോഡി നായ്ക്കന്നൂരിൽ നിന്നും ഈ പശ്ചിമഘട്ട മലനിരകൾ, ഈ ചെങ്കുത്തായ വലിയ മലനിരകൾ കയറി 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 ഏറ്റവും മുകളിലെത്തിയിട്ട് അവിടെ നിന്നും സൂര്യനെല്ലി വാലി അല്ലെങ്കിൽ പെരിയകനാൽ വാലിയുടെ താഴ്വരകളിൽ കൂടി വളരെ വലിയ ഉയരങ്ങളിലെത്തി ദേവിമലയ്ക്ക് സമീപമെത്തി. ഒരുപാട് ആളുകൾ ദേവിമലയ്ക്ക് സമീപം തമ്പടിച്ചിരുന്നു. ദേവിമലയ്ക്ക് സമീപത്തുകൂടി അവർ ദേവികുളത്തെത്തി. ദേവികുളത്തിൻ്റെ ഏരിയയിലായിരുന്നു ഏറ്റവും ആദ്യം വന്ന യൂറോപ്യൻ പ്ലാന്റേഴ്സ് എസ്റ്റേറ്റുകൾ തുടങ്ങിയത്. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടല്ലോ, 1883 ഇവിടെ ചിറ്റുവരയിൽ എസ്റ്റേറ്റ് തുടങ്ങിയ AFF മാർട്ടിൻ അഥവാ ടോബി മാർട്ടിൻ, അദ്ദേഹം ഇവിടെ എസ്റ്റേറ്റുകൾ തുടങ്ങി. അതിനുശേഷമായിരുന്നു മൂന്നാറിൽ നിന്നും മറയൂർ വഴി മാൻപട്ടി വരെയുള്ള ആ റോഡ് നിർമ്മിക്കുന്നത്. അത് നിങ്ങൾ മുൻ എപ്പിസോഡുകളിൽ കണ്ടു കഴിഞ്ഞു. അങ്ങനെ പല പ്ലാന്റേഴ്സ് ഇവിടെ എത്തി. ഇവിടെ കുറേ എസ്റ്റേറ്റുകൾ തുടങ്ങി. അന്നത്തെ കാലത്ത് ഇവിടെ അതിഭയങ്കരമായ മഴയായിരുന്നു. കാട്ടുമൃഗങ്ങളുടെ വളരെ ശല്യത്തെ അവഗണിച്ചിട്ടായിരുന്നു അവരിവിടുത്തെ ഈ വലിയ മരങ്ങളും കാടുകളും ഒക്കെ വെട്ടിയിട്ട് അത് തീയിട്ട് മിക്കവാറും സമയങ്ങളിൽ ഇവിടെ കോരിച്ചൊരിയുന്ന മഴയായിരുന്നു എന്നായിരുന്നു പറഞ്ഞു കേട്ടത്. ഈ മഴയെയും മഞ്ഞിനെയും തണുപ്പിനെയും ഒട്ടും തീരെ വകവെക്കാതെയാണ് യൂറോപ്യൻ പ്ലാന്റേഴ്സും തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ ജോലിക്കെത്തിയവരും എല്ലാം കൂടി ഈ കണ്ണൻദേവൻ മലനിരകളിൽ കാട്ടുപോത്തിനെയും ആനയെയും കടുവയെയും പുലിയെയും ഒക്കെ അവഗണിച്ചിട്ട് അവരിവിടെ തേയില കൃഷി ചെയ്തത്. ഈ തേയിലയുടെ ആദ്യപാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവരെ ചൈനയിൽ നിന്നും ജോൺ അജു, അന്തോണി അജു ഒക്കെ ഇവിടെ എത്തിയ കാര്യം ഞാൻ മുൻ എപ്പിസോഡുകളിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ പ്ലാന്റേഴ്സ് ഇവിടെ എത്തി. 1883 ചിറ്റുവര എസ്റ്റേറ്റ് തുടങ്ങിയതിനെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു കഴിഞ്ഞു. അതിനുശേഷം എല്ലപ്പെട്ടിയിൽ എസ്റ്റേറ്റ് തുടങ്ങി. CW ക്ലാരിഡ്ജ് എല്ലപ്പെട്ടിയിൽ എസ്റ്റേറ്റ് തുടങ്ങി. ആദ്യം സിങ്കോണ പ്ലാന്റ് ചെയ്തു, പിന്നീട് അത് മാറ്റി തേയിലയാക്കി. ഈ എല്ലപ്പെട്ടിക്ക് ഒരു വളരെയധികം പ്രത്യേകതയുണ്ട്. ഈ എല്ലപ്പെട്ടി എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ കുണ്ടല കഴിഞ്ഞിട്ട് വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ കാണാം. ആ പോസ്റ്റ് ഓഫീസ് കണ്ണൻദേവൻ മലനിരകളിലെ ആദ്യകാലത്തെ പോസ്റ്റ് ഓഫീസുകളിലൊന്നാണ്. ഏറ്റവും ആദ്യം പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ദേവികുളത്താണ്. അതിനുശേഷം പിന്നീട് എല്ലപ്പെട്ടിയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചു. അത് നിങ്ങൾക്ക് റോഡിൻ്റെ സൈഡിൽ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും. റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ശരിക്കും നിറയെ പച്ചക്കറികൾ ഉണ്ടാകുന്ന ഒരു പച്ചക്കറി ഗ്രാമം തന്നെ നിങ്ങൾക്ക് കാണാം. അവിടെ ുമ്പോൾ വലിയ സൗണ്ടിൽ തമിഴ് പാട്ടുകൾ കേൾക്കാം. ഒരു തമിഴ് ഗ്രാമത്തിലെത്തിയ ഒരു പ്രതീതി ഉണ്ടാവും നമുക്ക് അവിടെ എത്തുമ്പോൾ. അവിടെ നിന്നുമാണ് ഈ ഒരുപാട് ക്യാരറ്റ്, ക്യാബേജ് എങ്ങനെ തുടങ്ങിയ ഒരുപാട് പച്ചക്കറികൾ മൂന്നാറിൻ്റെ പല ഭാഗത്തും ഇവിടേക്ക് വരുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വിൽക്കുന്നതും പുറത്തേക്ക് പോകുന്നുമുണ്ട്. എല്ലപ്പെട്ടി എന്ന് പറയുന്നത് കണ്ണൻദേവൻ കുന്നുകളുടെ തന്നെ ചരിത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. അതായത് ഏറ്റവും ആദ്യം 1877 ഇവിടെ പൂഞ്ഞാർ മന്നനുമായിട്ട് ജോൺ ഡാനിയൽ മൺട്രോ കരാറുണ്ടാക്കിയപ്പോൾ ഈ പ്രദേശത്തിനെ കുറിച്ചിട്ട് പഠിച്ചപ്പോൾ മൺട്രോ പറഞ്ഞ എങ്ങനെയായിരുന്നു, കിഴക്ക് എല്ലപ്പെട്ടി എന്നാണ് ഇതിൻ്റെ ഈ കണ്ണൻദേവൻ മലനിരകളുടെ ഒരു അതിർത്തിയായിട്ട് മൺട്രോ അന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലപ്പെട്ടി എന്ന് പറയുന്ന പ്രദേശത്തിന് അങ്ങനെ ജോഗ്രഫിക്കലായിട്ടും കണ്ണൻദേവൻ മലനിരകളുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അങ്ങനെ എല്ലപ്പെട്ടിയിൽ ക്ലാരിഡ്ജ് എസ്റ്റേറ്റ് തുടങ്ങി. ആദ്യം സിങ്കോണ വെച്ചു, പിന്നീട് അത് മാറ്റിയിട്ട് തേയിലയാക്കി. അതിനുശേഷം വീണ്ടും പ്ലാന്റേഴ്സ് ഇവിടെ എത്തി. അതിനുശേഷം ഇവിടെ എത്തിയത് ഊട്ടിയിൽ നിന്നും എത്തിയ കിൻഡേഴ്സിലെ ഒരു സിങ്കോണ എസ്റ്റേറ്റ് തുടങ്ങി. ഈ എസ്റ്റേറ്റാണ് ഗൂഡാർലെ എസ്റ്റേറ്റ്. ഈ ഗൂഡാർലെ എസ്റ്റേറ്റിൻ്റെ പ്രത്യേകതകളും ഗൂഡാർലെ എസ്റ്റേറ്റും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.